സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഹലോ, നമ്മളിപ്പോൾ പോകുന്നത് കാടിൻ്റെ നടുവിലുള്ള ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. അതും മലമുകളിലുള്ള ഒരു അമ്പലത്തിലേക്കാണ്, കുളക്കുന്നേൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. നമുക്ക് പോവാം വീഡിയോയിലേക്ക്. കുളക്കുന്നേൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കോട്ടപ്പടി റൂട്ടിൽ പയ്യാൽ ജംഗ്ഷനിൽ നിന്ന് മേക്കിപ്പാല പാണിയേലി റോഡിൽ 500 മീറ്റർ മല കയറി പോകുമ്പോഴാണ്. മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഈ അമ്പലം നാടിന്റെ നടുവിലൂടെയുള്ള വഴികളിലൂടെയാണ് നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. മെയിൻ റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ ദൂരം നമുക്ക് വണ്ടി കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും. ബാക്കി ദൂരം നമുക്ക് കാനന ഭംഗി ആസ്വദിച്ച് നടന്നു കയറാം. 70 വർഷം മുന്നേ മുതൽക്കേ അയ്യപ്പന്മാർ വ്രതം നോക്കി മാലയിട്ട് കെട്ട് നിറച്ചു വരുന്ന ഒരു അമ്പലമാണിത്. കാടിന്റെ നടുവിലൂടെയുള്ള വഴിയാണെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, സുരക്ഷിതമാണ്. എന്നാലും എല്ലാവരും കൂട്ടമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് വരാറ്. അമ്പലത്തിലെ പൂജാ ദിവസങ്ങളെ പറ്റിയും വിശേഷ ദിവസങ്ങളെ പറ്റിയും വഴിയേ പറയാം. ഈ അമ്പലത്തിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും വിശേഷ ദിവസങ്ങളിൽ അമ്പലത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി വിളിച്ച് അന്വേഷിക്കും. കാരണം ഇതൊരു സാധാരണ അമ്പലമല്ല. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് അമ്പലത്തിലേക്കുള്ള വഴി തുറന്നിടുകയും പൂജ നടത്തി വരികയും ചെയ്യുന്നത്. അയ്യപ്പൻ പുലിപ്പാല തേടി പോയപ്പോൾ വിശ്രമിക്കാനിരുന്ന സ്ഥലമാണ് ഈ അമ്പലമായി മാറിയതെന്നാണ് ഐതിഹ്യം. 6 തലമുറകൾക്ക് മുന്നേ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലം ഒരു ശിലയിൽ നിന്ന് ഈ അമ്പലമായി പണിതുയർന്നിട്ട് 35 കൊല്ലം ആവുന്നു. ഇവിടുത്തെ അയ്യപ്പനെ പൂങ്കാവനത്തോടു കൂടിയുള്ള അയ്യപ്പൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ അമ്പലം ശബരിമല പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ശബരിമലയിൽ പോലെ തന്നെ നമുക്ക് 18 പടികൾ കയറി വേണം അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ. ഈ ചരിത്രങ്ങളെല്ലാം ഞാൻ പഠിച്ചത് എന്റെ അച്ഛമ്മയിൽ നിന്നാണ്. ഇനി നമുക്ക് അമ്പലത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. എൻ്റെ പേര് യദുകൃഷ്ണൻ എന്നാണ്. ഞാൻ ക്ഷേത്രത്തിൽ 6 വർഷമായിട്ട് മേൽശാന്തിയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീധർമ്മശാസ്താവാണ്. അയ്യപ്പൻ്റെ അമ്പലമാണ്. അതുകൂടാതെ മഹാദേവനും ഭദ്രകാളിക്കും പ്രാധാന്യമുണ്ട്. അതുകൂടാതെ ഗണപതി ഭഗവാനുണ്ട്, ദുർഗ, രക്ഷസ്, സർപ്പ, നാഗദൈവങ്ങൾ. ഇത്രയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരുപാട് ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ക്ഷേത്രം വികസിക്കുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യം, എല്ലാ നാട്ടുകാരുടെ ജനപ്രത്യയനങ്ങളുടെ എല്ലാവരുടെയും ഐശ്വര്യം ക്ഷേത്രത്തിൽ ഉയർച്ച വന്നാൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നടന്നു വരുന്നത്. അതിനോടനുബന്ധിച്ച് 18-ാം പടി ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ശബരിമലയിലെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള 18-ാം പടി
അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അത് പ്രകൃതിയെ ഉണ്ടായി വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത് ഭഗവാന്റെ ആ പടി കയറി വരാനായിട്ട് 18 പടികൾ കയറിയാണ് വരേണ്ടതെന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പൂജകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മകരവിളക്കിനാണ് ഉത്സവം. അതുപോലെ തന്നെ മകരവിളക്കിന് പ്രസാദകൂട്ട്, അതുപോലെ തന്നെ പന്തീരാഴി പൂജ, ഇതെല്ലാം പ്രധാന ചടങ്ങുകളാണ്. വൈകുന്നേരം എതിരേൽപ്പ്, അതുപോലെ തന്നെ പ്രതിഷ്ഠാദിനത്തിനും എല്ലായിടത്തും തന്ത്രി പൂജ, കലശം അതെല്ലാം ഉണ്ട്. ക്ഷേത്രത്തിലെ പൂജാ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മലയാള മാസവും 1-ാം തീയതിയാണ് ഇവിടെ പൂജയുള്ളത്. രാവിലെകളിൽ മാത്രമാണ് പൂജയുള്ളത്. വൈകുന്നേരങ്ങളിൽ ദീപാരാധന ഉള്ളത് മകരവിളക്കിനും പ്രതിഷ്ഠാദിനത്തിനും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മണ്ഡലകാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് ദിവസങ്ങൾ ശനിയും ഞായറും ദിവസങ്ങളിലാണ് ഇവിടെ പൂജയുള്ളത്. ഇത്രയാണ് നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. തമിഴെടുത്ത് 2006 തൊട്ട് ഞാൻ വന്നാണ് ഇവിടെ. ഓരോ കാര്യങ്ങളിങ്ങനെ പുരോഗമിച്ച് ഇപ്പോൾ 18-ാം പടിയൊക്കെ ആയി. പിന്നെ ഉത്സവം, പുനഃപ്രതിഷ്ഠാദിനം, പൈങ്കുനിത്രം, ഓണം, വിഷു അങ്ങനെയൊക്കെ പൂജകളുണ്ട്. പിന്നെ എല്ലാ മാസം 1-ാം തീയതി ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരും. ഈ പ്രാവശ്യം വളരെ പ്രധാനമായിരുന്നു പന്തീരാഴി പൂജയും കാര്യങ്ങളുമൊക്കെ. എല്ലാ കാര്യങ്ങളും അങ്ങനെ. ഇത് വനത്തിൻ്റെ മധ്യത്തിലാണ് ഈ അമ്പലം. മുകളിൽ ശബരിമല പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു അമ്പലമാണ് ഇവിടെ. കെട്ട് നിറച്ച ആളുകൾ വരാറുണ്ട്. ഉത്സവം മകരവിളക്കിനാണ്. പിന്നെ പ്രതിഷ്ഠാദിനം എന്ന് പറഞ്ഞാൽ മകരം 13-ാം തീയതി, മകരം 8-ാം തീയതി മഹാദേവ പ്രതിഷ്ഠാദിനമുണ്ട്. നമസ്കാരം. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക്, ഇന്നിവിടെ പ്രതിഷ്ഠാദിനാണ്, അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പൂജയ്ക്ക് വന്നത്. ഇതിൽ നല്ലൊരു അനുഭവമായി. നല്ലൊരു അമ്പലം, വനത്തിലാണ് ഈ അമ്പലം ഉള്ളത്. നവകം, പഞ്ചഗവ്യം, കലശങ്ങൾ, സർപ്പത്തിന് പാലും നൂറും പൂജകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വളരെ ഭംഗിയായി സമാപിച്ചു. ഇനി വൈകുന്നേരം ഗുരുതിയുണ്ട്. അതോടുകൂടി ഇന്നത്തെ ചടങ്ങൊക്കെ പൂർണ്ണമായി തീരും. അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ലൊക്കേഷനും വിവരങ്ങൾ വിളിച്ചന്വേഷിക്കാനുള്ള നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഒരുപാട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ സ്ഥലം നിങ്ങളും വന്ന് കാണാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സ്വാമിയെ ശരണമയ്യപ്പ.